കോഴിക്കോട് വെസ്റ്റിലെ വിജിൽ തിരോധാന കേസിൽ നിർണായക പരിശോധന ഇന്നുണ്ടാകും. വിജിലിന്റെ മൃതദേഹം കല്ലിൽ കെട്ടി താഴ്ത്തിയെന്ന് പ്രതികൾ മൊഴി നൽകിയ സരോവരത്തെ ചതുപ്പിലാണെന്ന് പരിശോധന. ഇന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദീപക് തരമണം കോഴിക്കോട് നിന്ന് ചേർന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എലത്തൂർ പോലീസ്, അതായത് കോഴിക്കോട് സിറ്റി പോലീസിലെ എലത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ വിജിൽ തിരോധാന കേസ്. ഒരു മാൻ മിസ്സിംഗ് കേസായിരുന്നു. ആ കേസിൻ്റെ ഒടുവിൽ ഇപ്പോൾ അതൊരു കൊലപാതകം മാത്രവുമല്ല എസ് കെ എൻ, ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇതൊരു ലഹരി കൊലപാതകമാണ് എന്നുള്ളതാണ്. അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുന്നു, ലഹരി അമിതമാകുന്നു, പിന്നീട് ഒരുത്തൻ അബോധാവസ്ഥയിലാകുന്നു, അവനെ കൊലപ്പെടുത്തുന്നു, മണ്ണിലേക്ക് കെട്ടിത്താഴ്ത്തി മണ്ണിട്ട് മൂടുന്നു. അത് നടന്നത് എനിക്ക് പുറകിലുള്ള ഈ സരോവരത്തെ കാട്ടിലാണ്, ഈ ചതുപ്പിലാണ്. ഈ ചതുപ്പിൽ ഇന്ന് വിശദമായ പരിശോധന നടക്കും. അതായത് എസ് കെ എൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഇതിലെ പ്രതികൾ 1ഉം 3ഉം പ്രതികളാണ് പോലീസിന് പിടിയിലായത്. 1-ാം പ്രതി നിഖിൽ, അതുപോലെ തന്നെ 3-ാം പ്രതി ദീപേഷ്. ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഇവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് ഒരു സ്പോട്ട് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ് കെ എൻ. ഇതായത് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശത്താണ്. ആ സ്പോട്ടിൽ ഇന്ന് വിശദമായ വീണ്ടും പരിശോധന നടത്തും. കെഡാവർ ഡോഗ്സിനെ കൊണ്ടുവന്നിരുന്നു മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മണം പിടിച്ചുകൊണ്ട് പോകാൻ. മറ്റൊന്ന്, ഇവിടെയുള്ള വെള്ളമെല്ലാം വറ്റിച്ചു കഴിഞ്ഞു. ഇന്നലെയാണെങ്കിൽ മഴയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിർണായകമായ പരിശോധന ഫലം കാണുമെന്നുള്ളതാണ് പോലീസിൻ്റെ പ്രതീക്ഷ. ഇന്ന് കാലത്ത് തന്നെ പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തും എസ് കെ എൻ. താങ്ക് യു ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.